ആരാണ് ശക്തൻ? ഒരിക്കൽ ഒരു കാള നാട്ടിൽ നിന്ന് വഴിതെറ്റി ഒരു കാട്ടിലെത്തി. കാട്ടിലെ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ട് അവൻ നടന്നു. എങ്ങും നിറയെ പച്ചപ്പുല്ലുകൾ, ഇഷ്ടം പോലെ തിന്നാം. അവൻ വളരെ സന്തോഷത്തോടെ പുല്ല് തിന്നാൻ തുടങ്ങി. കാള അങ്ങനെ സമാധാനമായി പുല്ല് തിന്നുകൊണ്ടിരിക്കെ ഒരു സിംഹം അതുവഴി വന്നു. തടിച്ചു കൊഴുത്ത കാളയെ കണ്ടതും സിംഹത്തിൻ്റെ വായിൽ വെള്ളമൂറി. സിംഹം കാളയെ പിടിക്കാൻ അതിനു നേരെ കുതിച്ചു. ഭാഗ്യത്തിന് എന്തോ ചെറിയ അനക്കം കേട്ട് തലതിരിഞ്ഞു നോക്കിയ കാള തനിക്ക് നേരെ കുതിച്ചു വരുന്ന സിംഹത്തിനെ കണ്ട് പേടിച്ച് പ്രാണനും കൊണ്ട് ഓടി. ഏറെ ദൂരം ഓടിയപ്പോൾ അവൻ ഒരു ഗുഹ കണ്ടു. സിംഹത്തിൻ്റെ കണ്ണിൽ പെടാതെ അതിനുള്ളിൽ കയറി ഒളിച്ചിരിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ വേഗം തന്നെ ആ ഗുഹയ്ക്കകത്തേക്ക് ഓടിക്കയറി. പിന്നാലെ കുതിച്ചെത്തിയ സിംഹം കാളയെ കാണാതെ ചുറ്റുപാടും തിരയാൻ തുടങ്ങി. കാള കയറിക്കൂടിയ ഗുഹയിൽ കുറേ കാട്ടാടുകളാണ് ഉണ്ടായിരുന്നത്. കാള തങ്ങളുടെ ഗുഹയിൽ കയറിയത് സ്വാഭാവികമായും അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ കാളയെ ഗുഹയിൽ നിന്ന് പുറത്താക്കാൻ എല്ലാവിധ ശ്രമങ്ങളും തുടങ്ങി. അവർ കാളയെ കൊമ്പുകൊണ്ട് കുത്താനും കാലുകൊണ്ട് തൊഴിക്കാനും തുടങ്ങി. പാവം കാള ആടുകളെ തിരിച്ചാക്രമിക്കാതെ അവരുടെ ഉപദ്രവം സഹിച്ച് അവിടെ നിന്നു. എന്നാൽ കാട്ടാടുകൾ കൂടുതൽ ശക്തിയോടെ അവനെ ആക്രമിക്കാൻ തുടങ്ങി. ഒടുക്കം കാള അവരോട് പറഞ്ഞു, നിങ്ങളെ പേടിച്ചിട്ടോ തിരിച്ചു നിങ്ങളെ ആക്രമിക്കാൻ ശക്തിയില്ലാഞ്ഞിട്ടോ അല്ല ഞാൻ നിങ്ങളുടെ ഉപദ്രവം സഹിച്ച് നിൽക്കുന്നത്. എനിക്ക് നിങ്ങളെയെല്ലാം ഒരു പ്രയാസം കൂടാതെ ആക്രമിച്ച് കീഴടക്കാം. പക്ഷേ എന്നേക്കാൾ ശക്തനായ ഒരു സിംഹത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷ നേടാനാണ് ഞാൻ ഇതിനുള്ളിൽ കയറിയത്. ഇപ്പോൾ നമ്മളിവിടെ പരസ്പരം ആക്രമിച്ച് ശബ്ദമുണ്ടാക്കിയാൽ പുറത്തുനിന്നുള്ള സിംഹം നമ്മളെയെല്ലാം കണ്ടെത്തി കൊന്നു തിന്നും. അതുകൊണ്ടാണ് ഞാൻ അനങ്ങാതെ നിൽക്കുന്നത്. ഇത് കേട്ടതും കാട്ടാടുകൾക്ക് കാര്യം മനസ്സിലായി. അതോടെ അവർ കാളയെ ഉപദ്രവിക്കുന്നത് നിർത്തി. കുറച്ചു നേരം കഴിഞ്ഞ് സിംഹം സ്ഥലം വിട്ടതും കാള കാട്ടാടുകളോട് നന്ദി പറഞ്ഞു നാട്ടിലേക്ക് യാത്ര തിരിച്ചു. കാട് തനിക്ക് സുരക്ഷിതമായ ഇടമല്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു.